Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള RSS വർക്കർ, RSS പ്രവർത്തകൻ, ബുക്ക് എന്നാൽ ഇവിടെ കേസ് എടുക്കുക എന്നുള്ള അർത്ഥമാണ്. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: RSS വർക്കർ വാസ് ബുക്ക്ഡ്. RSS പ്രവർത്തകൻ്റെ പേരിൽ കേസെടുത്തു. ഫോർ ഡിഫാമറ്ററി സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഡിഫാമറ്ററി എന്നുള്ള അർത്ഥം അപമാനകരമായ എന്നുള്ള അർത്ഥം, അപകീർത്തിപരമായ. എഗെയിൻസ്റ്റ് രമേശ് ചെന്നിത്തല. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ട്. കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അപകീർത്തിപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചെന്ന് ആരോപിച്ച് RSS പ്രവർത്തകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ, കേരള. എൻ RSS വർക്കർ, ഒരു RSS പ്രവർത്തകൻ, ഹാസ് ബീൻ ബുക്ക്ഡ്, ഒരു RSS പ്രവർത്തകനെതിരെ കേസെടുത്തു. ഫോർ അലേജ്ഡ്ലി പോസ്റ്റിംഗ് എ ഡിഫാമറ്ററി കൊമെൻറ്റ്. ഡിഫാമറ്ററി എന്നാൽ അപകീർത്തിപരമായ. അലേജ്ഡ്ലി എന്നുള്ളത് ഇതിൻ്റെ അർത്ഥം ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അതാണ് അലേജ്ഡ്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഗെയിൻസ്റ്റ് എതിരായിട്ട്. കേരള ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല. കേരള ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ട് അപകീർത്തിപരമായിട്ടുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അതിനാണ് അദ്ദേഹത്തെ RSS പ്രവർത്തകനെതിരെ കേസെടുത്തത്. ഓൺ സോഷ്യൽ മീഡിയ ഇൻ കണക്ഷൻ വിത്ത് എ വീഡിയോ ഓൺ ദ അറസ്റ്റ് ഓഫ് എ BJP കൗൺസിലർ ഇൻ തിരുവനന്തപുരം, പോലീസ് സെഡ് ഓൺ തേഴ്സ്ഡേ. പോസ്റ്റിംഗ് എ ഡിഫാമറ്ററി കമൻറ്റ്. അപകീർത്തിപരമായ കമൻറ്റ് പോസ്റ്റ് ചെയ്തതിന്. ഇൻ കണക്ഷൻ വിത്ത് എന്നാൽ ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട്, പശ്ചാത്തലത്തിൽ, ഇതൊക്കെയാണ് അർത്ഥം. അറസ്റ്റ് ഓഫ് എ BJP കൗൺസിലർ, ഒരു BJP കൗൺസിലറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. പോലീസ് സെഡ് ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായിട്ടുള്ള കമൻറ്റ് പോസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ച് ഒരു RSS പ്രവർത്തകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി വ്യാഴാഴ്ച പോലീസ് അറിയിച്ചു. ഹരിപ്പാട് പോലീസ് രജിസ്റ്റേർഡ് എ കേസ്. ഹരിപ്പാട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺ ദെയർ ഓൺ, ഓൺ ജൂലൈ 4. ഓൺ ദെയർ ഓൺ എന്നാൽ സ്വമേധയ എന്നുള്ള അർത്ഥമാണ്. എഗെയിൻസ്റ്റ് എതിരായിട്ട്. എഗെയിൻസ്റ്റ് അനിൽകുമാർ എ റെസിഡൻറ്റ് ഓഫ് മണ്ണാർശാല ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. റെസിഡൻറ്റ് ഓഫ് മണ്ണാർശാല എന്നാൽ മണ്ണാർശാല സ്വദേശിയായ. ആലപ്പുഴ ജില്ലയിലെ മണ്ണാർശാല സ്വദേശിയായ അനിൽകുമാറിനെതിരെ ഹരിപ്പാട് പോലീസ് ജൂലൈ 4 സ്വമേധയ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്ന വിവരപ്രകാരം ദി അക്യൂസ്ഡ്, പ്രതി, പോസ്റ്റ് ദ കൊമെൻറ്റ് ഇൻ ദ comment section of a new video related to the arrest of BJP councillor സുഗതൻ ഇൻ തിരുവനന്തപുരം. റിലേറ്റഡ് ടു ദി അറസ്റ്റ് എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. പോലീസ് പറയുന്ന വിവരപ്രകാരം തിരുവനന്തപുരം BJP കൗൺസിലർ സുഗതൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതി, ആ കമൻറ്റ് ബോക്സിലാണ് പ്രതി ആ കമൻറ്റ് പോസ്റ്റ് ചെയ്തത്, മോശപ്പെട്ട കമൻറ്റ് പോസ്റ്റ് ചെയ്തത്. പോലീസ് പറഞ്ഞു ദി അക്യൂസ്ഡ്, പ്രതി, ഹാഡ് ഷെയർഡ്, പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞു പ്രതി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എ ഫോട്ടോഗ്രാഫ് ഓഫ് രമേശ് ചെന്നിത്തല വിത്ത് അനദർ പേഴ്സൺ എന്നാൽ മറ്റൊരു വ്യക്തിയുടെ കൂടെ. ആൻഡ് ഫാൾസ്ലി ക്ലെയിംഡ് ദാറ്റ്. ഫാൾസ്ലി എന്നാൽ വ്യാജമായി, ക്ലെയിംഡ് എന്നാൽ അവകാശപ്പെട്ടു, വ്യാജമായി അവകാശപ്പെട്ടു. ദാറ്റ് ദ ലാറ്റർ വാസ് കിഷോർ. ലാറ്റർ എന്നാൽ അവസാനം പറഞ്ഞ വ്യക്തി എന്നുള്ള അർത്ഥമാണ്. അതായത് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തി, ആ വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ലാറ്റർ എന്ന് വാക്ക് കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തി ഹു ഈസ് വാണ്ടഡ് ഇൻ സെവറൽ ക്രിമിനൽ കേസസ് ആൻഡ് ഈസ് അബ്സ്കോണ്ടിങ്. സെവറൽ ക്രിമിനൽ കേസസ് എന്നാൽ നിരവധി ക്രിമിനൽ കേസുകൾ.
വാണ്ടഡ് എന്നാൽ ഇവിടെ പോലീസ് തിരയുന്ന വ്യക്തി എന്നുള്ള അർത്ഥമാണ്. പോലീസ് തിരയുന്ന പ്രതി. അബ്സ്കോണ്ടിങ് എന്നാൽ ഒളിവിൽ കഴിയുന്ന, ഒളിവിലായ. പ്രതി രമേശ് ചെന്നിത്തലയുടെ മറ്റൊരാളോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ച് ചിത്രത്തിലുള്ള മറ്റേയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളതും ഒളിവിൽ പോയതുമായിട്ടുള്ള കിഷോറാണെന്ന് വ്യാജമായി അവകാശപ്പെട്ടതായിട്ട് പോലീസ് അറിയിച്ചു. ഇൻ ദ പോസ്റ്റ്, അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ, പ്രതി പങ്കുവച്ച പോസ്റ്റിൽ ദി അക്യൂസ്ഡ് അലേജഡ്ലി ക്ലെയിംഡ്, ആ പോസ്റ്റിൽ പ്രതി അവകാശപ്പെടുന്നു ദാറ്റ് ദ മിനിസ്റ്റർ ആൻഡ് ദ പോലീസ് ഹാഡ് ഫെയിൽഡ്, മന്ത്രിയും പോലീസും പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം, ആ പ്രതി അവകാശപ്പെടുന്നു. പരാജയപ്പെട്ടു, പോലീസ്, മിനിസ്റ്റർ ആൻഡ് ദ പോലീസ് ഹാഡ് ഫെയിൽഡ്, പരാജയപ്പെട്ടു ടു അറസ്റ്റ് കിഷോർ, ഒഫീഷ്യൽ സെഡ് എന്നാൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹാഡ് ഫെയിൽഡ് ടു അറസ്റ്റ് എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ആ പോസ്റ്റിൽ പ്രതി ഇതാണ് അവകാശപ്പെടുന്നത്, ആരോപിക്കുന്നത്. മന്ത്രിയും പോലീസും പരാജയപ്പെട്ടു, ഈ കിഷോറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ അറിയിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ പറഞ്ഞു. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്ന വിവരപ്രകാരം ദ ഫോട്ടോഗ്രാഫ് taken in 2023 was circulated on social media with the intention of defaming Chennithala and the police. Taken in 2023 എന്നാൽ 2023 എടുത്ത, was circulated on social മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു. ഇൻറ്റൻഷൻ എന്നാൽ ഉദ്ദേശം എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് എന്നാൽ ഉദ്ദേശത്തോടെ. ഡിഫേമിംഗ് എന്നാൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ. ചെന്നിത്തല ആൻഡ് ദ പോലീസിനെയും ചെന്നിത്തലയെയും അപമാനിക്കുക എന്നുള്ള, അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ. പോലീസ് പറയുന്ന വിവരപ്രകാരം 2023 എടുത്ത ആ ചിത്രം രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ദ പോസ്റ്റ് വാസ് ഡിറ്റക്റ്റ് എന്നാൽ കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമാണ്. കുറ്റം തെളിയിക്കുക ഇതൊക്കെയാണ് അർത്ഥം. തുമ്പുണ്ടാക്കുക. ബൈ ദ കേരള പോലീസ് സൈബർ ഡോം വിച്ച് ദെൻ, ഇതിനർത്ഥം അതിനുശേഷം എന്നുള്ള അർത്ഥം. അതിനെ തുടർന്ന് ഡയറക്റ്റ് എന്നാൽ നിർദ്ദേശം നൽകുക. നിർദ്ദേശം നൽകി ഹരിപ്പാട് പോലീസിന് നിർദ്ദേശം നൽകി ടു രജിസ്റ്റർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ. ആ പോസ്റ്റ് കേരള പോലീസിൻ്റെ സൈബർ ഡോം കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഹരിപ്പാട് പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായിട്ട് അധികൃതർ അറിയിച്ചു. ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്, കേസ് രജിസ്റ്റർ ചെയ്തു. അണ്ടർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത ആൻഡ് ദ കേരള പോലീസ് ആക്ട്. പ്രൊവിഷൻ എന്നാൽ വ്യവസ്ഥ, കരാർ, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അണ്ടർ റെലവൻറ്റ് പ്രൊവിഷൻസ് എന്നാൽ പ്രസക്തമായ വകുപ്പുകൾ എന്നുള്ള അർത്ഥം. വ്യവസ്ഥകൾ പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും പ്രസക്തമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് പറഞ്ഞു. ദി അക്യൂസ്ഡ് വാസ് ക്വസ്റ്റ്യൻഡ്, പ്രതിയെ ചോദ്യം ചെയ്തു. ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷം ദ കേസ് വാസ് രജിസ്റ്റേർഡ്, കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രതിയെ ചോദ്യം ചെയ്തു. ആൻഡ് ഹിസ് മൊബൈൽ ഫോൺ വാസ് സീസ്ഡ് ആൻഡ് സെൻറ്റ് ഫോർ ഫോറൻസിക്. സീസ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥം. ഹിസ് മൊബൈൽ ഫോൺ വാസ് സീസ്ഡ്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ആൻഡ് സെൻറ്റ് ഫോർ ഫോറൻസിക്, അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു. സെൻറ്റ് എന്നാൽ അയച്ചു. ഫോറൻസിക് എന്നാൽ നിയമവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രം. കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രതിയെ ചോദ്യം ചെയ്തതായും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചതായും പോലീസ് അറിയിച്ചു.